അങ്ങനെ നമ്മുടെ ജോസും പ്രൊഡ്യൂസറായി. ആ അമ്മ തന്നെ ചോദിക്കുക, എനിക്കറിയത്തില്ല. രവി, നീ ഒന്ന് നിന്നേ. എവിടാ ഈ പോകുന്നേ? നീ എന്നിട്ട് ഇങ്ങനെ വെപ്രാളപ്പെടുത്താതെ കാര്യം എന്തെന്ന് വെച്ചാ പറ രവി. നീ എവിടേക്കാ പോകുന്ന രവി? നീ എന്തെങ്കിലും ഒന്ന് അമ്മയുടെ അടുത്ത് പറ രവി. എത്ര നേരമായിട്ട് ഇങ്ങനെ നടക്കുന്നു? നീ അടി ഉണ്ടാക്കാൻ വല്ലതും പോവാണോ? ആണോടാ മുകേഷേ? രവി, നീ അമ്മയോട് പറ, വിഷമിപ്പിക്കാതെ. പറ രവി. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടേ? ഞാൻ എങ്ങോട്ടാ പോണേന്നറിയണം, അത്രയല്ലേ ഉള്ളൂ. ഞാനൊരു മലയാള സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഒരു ഡയറക്ടറാവാൻ പോവുകയാണ്. സിനിമാ ഡയറക്ടറോ? അതെ അമ്മേ. കൊള്ളാം. എന്താ സിനിമയുടെ പേര്? ലവ് ബോണ്ട. ലവ് ബോണ്ടയാ? അതെന്തൊരു പേരടാ? അതായത് അമ്മേ, സ്നേഹം നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്ക് വേണ്ടിയുള്ള കഥയാണ്. അത് കൊള്ളാലോടാ. അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഓ, അമ്മ എന്നെ കൂടി. നീ എവിടെ പോന്ന്? അസിസ്റ്റന്റാ. കൊള്ളാം, രണ്ടും ചേരും. പോട്ടെ അമ്മ. ടാറ്റാ. എല്ലാം ശരിയായോ? എന്ത് ശരിയാവാൻ? ഒന്നും ആയിട്ടില്ല. ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ ഇവരോടൊപ്പം താമസിച്ചാലേ ശരിയാവത്തുള്ളൂ. കൂടുതൽ സമയം കണ്ടെത്തണം. നീ ഒരു കാര്യം ചെയ്യും, നാട്ടിലേക്ക് വിട്ടു. അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നമ്മുടെ സിനിമ ഒരു സാധാരണ സിനിമ പോലെയല്ല. സ്പെഷ്യൽ സ്കൂളിന്റെ ചിത്രീകരണം കുറച്ച് റിസ്ക് ആണ്. കുറെ കൂടി തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ. പ്രധാനമായി സ്പെഷ്യൽ സ്കൂളിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തണമായിരുന്നു. രവി, സ്പെഷ്യൽ സ്കൂളിൻ്റെ രക്ഷാധികാരി ഒരു മാധവ വാര്യരാണെന്നാണ് കേട്ടെ. വാര്യരോ? അത് നമ്മുടെ മാധവ വാര്യർ സാറല്ലേ? നമ്മുടെ വാര്യർ സാറോ? അപ്പൊ കാര്യങ്ങളെല്ലാം എളുപ്പമാണല്ലോ. എന്ത്? ഇനി എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നതെന്ന് ആർക്കറിയാം. വാര്യർ സാറിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ഞങ്ങളെ കുസൃതി നിറഞ്ഞ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. രവിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നെങ്കിലും ഈ ഞാൻ മാത്രമായിരുന്നു അവൻ്റെ മനസ്സാക്കി സൂക്ഷിക്കുവാൻ. പ്രണയത്തിൻ പറുദീസയിലെ മാണിക്യക്കല്ല്, നീലാകാശ താരാവാരം രാവിൽ നിറയുമ്പോൾ നീ കൂടെയുണ്ടെന്നും താമര കണ്ണുമായി നീ മാത്രം എൻ മനം നിറയുന്നു. നാളെ രാവിലെ തന്നെ ഒരു കൈ നോക്കാം. അതൊക്കെ അവന്റെ വേറെ കൂട്ടായ്മയാണ്. നിറഞ്ഞു തൂവിയ മാത്രകളെല്ലാം നിനക്കായി വെൺമണി മുത്തുകളാക്കി. കറണ്ട് പോവാൻ കണ്ട സമയം. വാടാ, നമുക്ക് പുറത്തു പോയിരിക്കാം. അടുത്ത പ്ലാൻ എന്താടാ മുകേഷേ? കറണ്ട് ഇപ്പം വരുവായിരിക്കൂടാ. എന്തുവായാലും ബാക്കിയും കൂടി കണ്ടിട്ടേ പോകുന്നുള്ളൂ, അല്ലേടാ രവി? എന്തുവാടാ ഏത് സമയത്ത് നിന്റെയൊക്കെ ഒരു അനിയത്തിപ്രാവ്. ഇത് എത്രാമത്തെ തവണയാടാ നീ ഇത് കാണുന്നത്? വല്ലിച്ച, ഈ സിനിമയിൽ നടക്കുന്നവർക്ക് ജീവിതത്തിൽ നടക്കോ? ചിലപ്പോ സംഭവിക്കും, ചിലപ്പോ സംഭവിക്കത്തില്ല. എന്താടാ രവി നിനക്ക് കുഴപ്പം? മൊട്ടത്തോട് മാറിയിട്ടില്ലല്ലോ. പോയി 4 അക്ഷരം പഠിക്കടാ. ആ ശരി ശരി, നടക്കട്ടെ. നീയൊക്കെ നാട്ടുകാരുടെ പെട മേടിക്കുമ്പോ എൻ്റെ അടുത്ത് വരരുത് കേട്ടോ. എനിക്കും സിനിമയിലെ പോലെ എന്റെ മാലായ്ക്ക് ലവ് ലെറ്റർ കൊടുക്കണം. ആരാടാ നിന്റെ മാലാക? ഇതൊക്കെ സിനിമയിലല്ലേ നടക്കും.
ജീവിതത്തിൽ നടക്കുവോ? നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നയാണോ? ആ ദേവിയാണോടാ? എടാ ഭയങ്കര. രവിയുടെ ലവ് ലെറ്റർ സ്കൂളിൽ വെച്ച് മാഷ് പൊക്കിയതോടുകൂടി രവി ആകെ തകർന്നു പോയി. ജോസേ എന്തേ ഒന്ന് പറയാടാ. പറയാനാ? ഇത് കണ്ട ഈ ചടിപ്പോലെ. ആ മാഷ് അത് എങ്ങനെയാടാ കണ്ടുപിടിച്ചത്? അയാളൊരു സംഭവം തന്നെ. നീ ആ വിഷയനി വിട്ടേക്കടാ രവി. അത് അയാളല്ലേ ആ മാഷ്? അയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? പിന്നെ അമ്മയോട് പറഞ്ഞു കൊടുക്കാനാണോ? അതേടാ, ആ മാധവ മാഷ് തന്നെയാടാ. അമ്മ എങ്ങാനും അറിഞ്ഞാലോ? എവിടെ പോന്ന്? എന്താ എവിടെ പോന്ന്? എന്താ രവി? എന്താ പ്രശ്നം? എന്താ പറ്റി? എവിടെ പോണ്? എന്താ? ഏത് മാഷ്? ഏത് മാഷ്? ഓ ശരി. എന്താടാ? ഏത് മാഷ്? വാ. നടക്ക് വാ. എന്താടാ? ഏത് മാഷ്? നടക്കടാ. നീ എന്തോ കാണിച്ചേ? അയ്യോ ഇതാര്? മാധവേട്ടനോ? ഓ ഞാൻ പേടിച്ചു പോയി. ഇതാരാണെന്നറിയില്ലേ? ചേട്ടന്റെ കൂട്ടുകാരനാണ്. ഇവന് കുസൃതി ഇച്ചിരി കൂടുതലാണ്. കുറച്ച് ദിവസമായി ഞാൻ ഇവനെ ഒന്ന് വാച്ച് ചെയ്യായിരുന്നു. സ്കൂളിൽ വെച്ച് ഇവനെ ഞാനൊന്ന് വരട്ടി. എന്റെ വർമ്മയുടെ മോനല്ലേ, ഇച്ചിരി സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതായി ഇവൻ എന്നെ കണ്ടോടനെ വരണ്ട ഓടിയത്. ഇവന്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. പാടാ. ചെല്ല് ചെല്ല് മോൻ ചെല്ല്. ശരി, ഞങ്ങളങ്ങ് ഇറങ്ങുക. കുറച്ച് കഴിഞ്ഞങ്ങ് വിടാം. വാ. എന്നെ കാണുമ്പോ നീ എന്തിനാ പേടിക്കുന്നത്? അതൊന്നുമില്ല. നീ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറ. നിന്റെ അച്ഛനും ഞാനുമായിട്ടുള്ള ബന്ധം അങ്ങനെ. എന്ത് ചോദിച്ചാലും മേടിച്ചു. പിന്നെന്താ, നീ പറഞ്ഞാ മതിയടാ. ഷേ അവൻ എന്തിയടാ? അവനെ കാണുന്നില്ലല്ലോടാ. വിസിലടി. നല്ല സൗണ്ടില്. അമ്മ ഒന്ന് പൊയ്ക്കോട്ടെ. വേണ്ട വേണ്ട. ശരി പോയിട്ട് വാ.